എനിക്കറിയില്ല. ഈ ചായ വിറ്റ് നടക്കുന്ന ജയന് സ്വന്തം നാട്ടിൽ നിന്ന് എനിക്കൊരു അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ വൈറലാവാൻ വേണ്ടി നടക്കുന്നുണ്ട്. വൈറലായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ജയൻ സാറും പെട്ടെന്ന് ചൂടാവുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു ജയൻ്റെ കുറച്ച് ശ്രദ്ധിക്കുന്നവരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. ജയൻ സാർ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ്, ആക്ഷൻ ഹീറോയാണ്. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ജയൻ ചായ വിൽക്കുന്ന ഒരു വീഡിയോ വളരെയധികം സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായ ഒരു വീഡിയോയാണ്. നമ്മളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവും. നമ്മൾ ഇന്ന് ആ ജയനെ തേടിയാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചായ കച്ചവടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. നമ്മുടെ ജയൻ ഇവിടെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. അഷ്റഫ് ജയൻ അല്ലേ? അഷ്റഫ് ജയൻ എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയുന്നത്. അതെ, തീർച്ചയായിട്ടും അഷ്റഫ് ജയൻ ഇപ്പൊ തൃശ്ശൂർ ജയനാണ്. തൃശ്ശൂർ ജയനായി മാറി. അപ്പൊ ചേട്ടാ ഒന്നുകൂടെ എന്തായാലും നമസ്കാരം. എനിക്ക് എന്തായാലും ചേട്ടനെ കാണുമ്പം നമ്മുടെ സ്വന്തം ജയനെ കാണുന്ന ആ ഒരു മുൻപിൽ ജയൻ നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വരുന്നത് കാണുമ്പോൾ. അപ്പം ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ഒരു ഫിഗർ, ജയന്റെ ഫിഗർ അങ്ങ് ഏറ്റെടുക്കാൻ കാരണം? അതായത് നമുക്കിപ്പോൾ ജീവിക്കാനുള്ളൊരു സാഹചര്യം കൊറോണ സമയത്ത് നമുക്ക് പോയി. കലാകാരന്മാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പെയിൻറ്റ് പണിക്ക് ഇവിടെയൊക്കെ പോയി ഫീൽഡില്ലാണ്ടായി. കാരണം ഇപ്പോൾ ചെറുതായിട്ട് വർക്കുണ്ട്. എന്നാലും ഞാനിപ്പോൾ ആ സമയത്ത് ഞാൻ സാധാരണ വേഷത്തിൽ പോയി. പിന്നീട് അംഗീകരിക്കാത്ത കാരണമാണ് ജയൻ സാറിൻ്റെ വേഷം ഇട്ടത്. എന്തായാലും ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ചായ കച്ചവടത്തിൽ മിമിക്രി വേദികളില്ലാത്ത കാരണം ചായ കച്ചവടത്തിൽ ഇത് ഇട്ടപ്പോൾ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി, ചായയും ചിലവായി തുടങ്ങി. അങ്ങനെ എൻ്റെ വീടിൻ്റെ വാടകയും കുട്ടികളുടെ പഠിപ്പൊക്കെ ഈ ജയൻ സാറാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും മലയാള സിനിമയിൽ പടവർഷമായി നിൽക്കുന്ന ഒരാളാണ് ജയൻ സാർ എന്ന് പറയുന്നത്. ആ ശരപഞ്ചരൊക്കെ എന്തുട്ടോ പടം. അപ്പോൾ അതാ പറഞ്ഞത്. അതുപോലെ ഇടയ്ക്ക് തൃശ്ശൂർ ഭാഷയും കയറി വരുന്നുണ്ട് കേട്ടോ. അതെ, നമ്മൾ ആവേശം നോക്കുമ്പോൾ നമ്മുടെ ശരിക്കുള്ള ഭാഷ കയറി വരും. കത്തി കുട്ടികൾ കളിക്കാനുള്ള കളിപ്പാട്ടമല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. ഈ ചോര എന്ന് പറയുന്നത് സാധാരണ ഒരു വസ്തുവല്ല, അല്പം വില കൂടിയ വസ്തുവാണ്. നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നം ശിവക്ഷേത്രം, അവിടെ ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോറിക്ഷ പേട്ടയുണ്ട്. അവിടെ ഫുള്ള് ഹാപ്പിയാണ്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആർക്കും ഒരു ടെൻഷനില്ല. ചിലപ്പോൾ ഡയലോഗ് പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല താറാവുമില്ല. നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഓരോന്ന് പറയും. അപ്പോൾ അവർ 2 കടി കഴിക്കും. ഈ ഓർണമെന്റ്സ് നമുക്ക് കാണാം. ഓർണമെന്റ്സ് ഒക്കെ കറക്റ്റ് ഭയങ്കര വലിയ ഓർണമെന്റ്സ് ഒക്കെയാണ്. ഈ മോതിരമൊക്കെ കാണുമ്പോൾ ഒരു പക്ക ഒരു ജയന്റെ ആ ഒരു ഫീലാണ്. അപ്പം അതൊക്കെ എങ്ങനെയാ കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സിന്റെ? കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട്, ഞാനിപ്പോൾ ഈ കൊറോണ സമയത്ത് ഞാൻ വാടകയ്ക്ക് എടുത്തേക്കായിരുന്നു. കല വർണ്ണ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വാടകയ്ക്ക് 300 രൂപയാണ് ഒരു കോട്ടിന്. അങ്ങനെ വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ചായ കച്ചവടത്തിന് പോയിരുന്നത്, ചായ ചിലവാൻ വേണ്ടി. പക്ഷേ പിന്നീടിപ്പോൾ എനിക്ക് 8 കോട്ടും 8 ഷർട്ടും, ഇപ്പോൾ ജയൻ സാറിൻ്റെ 5 ഷർട്ടും ഉണ്ട്. ഇപ്പോൾ ഈ വേഷമൊക്കെ അണിഞ്ഞ് പോകുമ്പം വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാ? ഭാര്യയും മക്കളും ഒക്കെ, കുടുംബം എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്കിപ്പോൾ അഭിമാനമാണ്. കാരണം അവരെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അഷ്റഫ് ജയൻ്റെ ഉമ്മയാണോ പെങ്ങളാണോ എന്നൊക്കെ ചോദിച്ച്. അളിയന്മാർക്ക് പോലും ഇപ്പോൾ അഭിമാനം തന്നെയാണ്. അന്നാന്ന് ഉപജീവനമാർഗ്ഗമാണ് എൻ്റേത്. ഇതൊരു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേഷം കിട്ടി നടക്കുന്നത്. നമുക്ക് നമ്മുടെ ഒരു നേരത്തെ എൻ്റെ വീട്ടിലെ അടുപ്പ് പുകയാൻ വേണ്ടിയിട്ടാണ് ഈ വേഷമിട്ട് പോകുന്നത്. അല്ലാതെ നമുക്കൊരു ഒരുപാട് കാശുണ്ടാക്കിയിട്ട്
നടക്കുന്ന ഒരാളല്ല, എൻ്റെ ജീവിതമാർഗ്ഗമാണിത്. പക്ഷേ ഇതിൽ നിന്ന് വേഷമിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ചായ കച്ചവടം കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷമിട്ട് പോകുന്നത്. ശരി, ആദ്യത്തിന് തിരിച്ചൊരു കാര്യം പറയാം. ഇനി മേലാൽ ഇത്രയും കാര്യങ്ങളിൽ എന്നെ ഉപദേശിക്കാൻ വരരുത്. കണ്ണുമിഴിക്കണ്ട. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പിടിച്ചതിൻ്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല. വഴി കൂടെ പോകുന്ന പെൺപിള്ളേരെ കളിയാക്കുന്ന അലവരാതി ഷാച്ചി നീയാണോടാ. നിൻ്റെ എല്ല് ഞാൻ പൊടിക്കും. സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ വൈറലാവാൻ വേണ്ടി നടക്കുന്നുണ്ട്. വൈറലായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. നമ്മൾ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. പക്ഷേ നമ്മളെ ഫോൺ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് അനാവശ്യങ്ങൾ കാട്ടിത്തരിക, അതൊന്നും ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ശരിക്കും ജയൻ എങ്ങനെയാണ് സ്റ്റണ്ടിൽ ഉപയോഗിച്ചിരുന്നത് അത് ഞാൻ എടുക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും ചേട്ടന് നമ്മൾ നേരുന്നു. ചേട്ടൻ്റെ ചായ കച്ചവടം എല്ലാം നന്നായിട്ട് തന്നെ പോട്ടെ. തൃശ്ശൂർക്കാർക്ക് എന്തായാലും നല്ല ഒരു ജയനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ അഷ്റഫ് ജയൻ. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിനോടൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ്, ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ.